തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അനാവശ്യ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്തായാലും അൻവർ പിന്നെ ഈ മണ്ഡലത്തിനെ ചതിച്ചു പോയിരിക്കുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ എന്തുദ്ദേശം എന്നല്ല നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ഇവിടെ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ഒരു സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവർ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. അത് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എടുത്തുള്ള നിലപാടുകളുടെ ഭാഗമായി അദ്ദേഹത്തിനാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഉടനെ നടക്കാൻ പോകുന്ന നിലമ്പൂർ അസംബ്ലി ബൈ ഇലക്ഷനിൽ UDF ആണോ LDF ആണോ വിജയിക്കാൻ പോണത് എന്നുള്ളത് കേരളം മുഴുവൻ, രാഷ്ട്രീയ കേരളം മൊത്തത്തിൽ ഉറ്റുനോക്കുകയാണ്. ഈ രണ്ടു കൂട്ടരും അല്ലാതെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് PV അൻവർ മത്സരിക്കുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഇനി UDFന്റെ കൂടെ കൂടി PV അൻവർ മത്സരിക്കുമോ എന്നതും ആകാംക്ഷ നിറഞ്ഞതാണ്. കേവലം 1 വർഷം മാത്രമാണ് ഇനി പൊതു തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഈ ഒരു സമയത്ത് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും ആ മണ്ഡലത്തിനു വേണ്ടി പ്രത്യേകിച്ചൊന്നും ആ MLAക്ക് ചെയ്യാനായിട്ട് സമയം ബാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് അതിന്റെ സത്യമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നിലവിലുള്ള സംവിധാനം, നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. ഉണ്ടിരിക്കുന്ന നായർക്ക് വിളി തോന്നി എന്ന് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്. അതനുസരിച്ചിട്ട് LDFനോടും പിണറായി വിജയനോടും പോരടിച്ച് PV അൻവർ അങ്ങോട്ട് രാജിവെച്ച് കളഞ്ഞു. ഏതാണ്ട് 2016 മുതൽ ഈ LDFന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് PV അൻവർ അങ്ങനെ സസുഖം വാഴുകയായിരുന്നു. എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടാകുന്നത്. കാരണം സ്വർണ്ണം കള്ളക്കടത്തുകാരും പോലീസും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ പറയുന്നു. ഓട്ടോറിക്ഷയിൽ 5-6 ആൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വിചിത്രമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പിണറായിയോട് ഏറ്റുമുട്ടുന്നത്. പിന്നെ LDFൽ നിന്നും അങ്ങ് രാജിവെച്ച് MLA സ്ഥാനവും രാജിവെച്ച് ഒരു പോക്ക് പോയി. പിന്നെ തമിഴ്നാട് വഴി DMK, അത് കഴിഞ്ഞ് തന്നെ കൽക്കട്ടയ്ക്ക് പോയി തൃണമൂലായി അവസാനം ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് പോലും അറിയുമോ എന്ന് നമുക്കറിയില്ല. ഒരു കാര്യം തീർച്ചയാണ്, ഈ വരുന്ന ബൈ ഇലക്ഷൻ റിസൾട്ട് എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്ന് പറഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിന്റെയും വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷന്റെയും ഒരു ചൂണ്ടുപലകയായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് നിലനിർത്തുക അത്യാവശ്യമാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ നിലമ്പൂർ നേടിയെടുക്കാൻ പറ്റിയാൽ 2026 തീർച്ചയായും LDFന് നല്ല ഭാവിയുണ്ട്. ഭരണത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം ശോഭനവുമായിരിക്കും. യഥാർത്ഥത്തിൽ നിലമ്പൂര് ഒരു LDF മണ്ഡലമല്ല. ഏതാണ്ട് 1987 തൊട്ട് 2011 വരെ അവിടെ പിന്നെ ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന മണ്ഡലമാണ്. വളരെ കുറച്ചു കാലം മാത്രം, ഏതാണ്ട് ഒരു 1965-ലും 67-ലും സഖാവ് കുഞ്ഞാലി അവിടെ നിന്ന് CPM കാൻഡിഡേറ്റായി മത്സരിച്ചു. 1970-ലധികം കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് നടന്ന ഇലക്ഷനിലൊന്നും തന്നെ CPMന് നിലം തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് ഒരിക്കലും ആര്യാടൻ മുഹമ്മദ് തന്നെ LDFന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച് വിജയിച്ച ഒരു ചരിത്രമുണ്ട് ഇടയ്ക്കെങ്കിലും. പിന്നീടൊന്നും തന്നെ LDFന് ഈ 2016 PV അൻവർ സ്വതന്ത്രനായി സപ്പോർട്ട് ചെയ്യുക വഴി LDFന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് ഈ 10 വർഷമായി അവിടെ LDF വിജയിക്കുന്നത്. പക്ഷെ ആ വിജയം ഈ ബൈ ഇലക്ഷനിൽ അവർക്ക് ആവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. ഒരേ സമയം 2 ശത്രുക്കളെ LDFനെ നേരിടണം, UDFനെയും PV അൻവറിനെയും. അതത്ര എളുപ്പമുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ രണ്ടുപേരെയും ഒരേ സമയം പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു കാര്യം എഴുതി വെച്ചോളൂ, 2026 LDFന് തന്നെയായിരിക്കും. കേരളം മുഴുവൻ LDF തന്നെ തൂത്തുവാരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കേവലം 2700ഓളം വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ തവണ അൻവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈ ഇലക്ഷനിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാതെ പറയാം. ഒരു കാര്യം തീർച്ചയാണ്, 2025 ബൈ ഇലക്ഷനിൽ LDF അവിടെ ഒരു മഹാത്ഭുതം സൃഷ്ടിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കേരളം 2026-ലും LDFന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും LDF മെനയുന്നുണ്ട് എന്നുള്ളതാണ് അണിയറ നീക്കങ്ങൾ നമുക്ക് തരുന്ന സൂചന. അതുകൊണ്ട് തന്നെ അവിടെ ഈ ബൈ ഇലക്ഷനിലും LDF വിജയിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. രാഷ്ട്രീയം എന്നും കളിയുടെ കലയാണ്, തന്ത്രങ്ങളുടെ കലയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഈ ബൈ ഇലക്ഷനിലൂടെ തീരുമാനിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കമന്റ് ബോക്സിൽ എഴുതാം. ആരാണ് ഈ നിലമ്പൂരിൽ ഈ ബൈ ഇലക്ഷനിൽ ജയിക്കാൻ പോണത്, PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി കമന്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ
ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക.